ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ് ഫൈനൽ എക്സാമിനേഷൻ ചെല്ലുമ്പോൾ അവർ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൊണ്ട് പകയ്ക്കുന്ന ഇടപാടില്ല. ഓക്കെ. കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കിടന്നും ചെന്ന അന്യമാൻ രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞ പോലെയാണ് ബ്രില്യൻറ്റിൻ്റെ പ്രസക്തി. അധ്യാപനമെന്നും ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കലാരൂപമാണ് എന്ന് നമ്മളെല്ലാവരും ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു വസ്തുതയാണ്. നമ്മുടെയൊക്കെ ജീവിതത്താളുകളിൽ അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകി നമ്മളെയൊക്കെ മുന്നോട്ട് നയിച്ചതിൽ ഒരു അധ്യാപകനുള്ള പങ്ക് വിവരണാതീതമാണ്. അത്തരത്തിൽ ബെർലിനിൽ ഇപ്പോഴും നിറസാന്നിധ്യമായി നിലകൊള്ളുന്ന ഒരു അധ്യാപകനുണ്ട്, KNG സാർ. ഇത് KNG സാറിൻ്റെ വിശേഷങ്ങളിലേക്കുള്ള ഒരു യാത്രയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നമായ MBBS പഠനം സാധ്യമാക്കാൻ ഈ കാലഘട്ടത്തിലും അധ്യാപനത്തിലൂടെ താങ്ങും തണലും കരുതലുമായ നമ്മുടെ KNG സാർ. ഇവിടെ പഠിച്ചിറങ്ങിയ ഓരോ വിദ്യാർത്ഥികളുടെയും 1500-ലധികം വരുന്ന ബെർലിനിലെ ഓരോ സ്റ്റാഫുകളുടെയും പ്രിയങ്കരനായ പ്രൊഫസർ. 36 വർഷത്തെ ബെർലിനിൻ്റെ വിജയം പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ പ്രൊഫസർ KN ഗോപാലകൃഷ്ണൻ എന്ന KNGക്കുള്ള സ്ഥാനം വിവരണാതീതമാണ്. ഈ ഗുരുനാഥൻ വിദ്യ കൊണ്ട് ആയിരങ്ങളെ വിജയത്തിലെത്തിച്ചപ്പോൾ സ്വന്തം മക്കളെയും അധ്യാപനത്തിൻ്റെ മേന്മയെന്തെന്നും ഒരു അധ്യാപകൻ എങ്ങനെയാവണമെന്നും അധ്യാപനത്തിൻ്റെ ഉത്തരവാദിത്തം എന്തെല്ലാമാണെന്നും പറഞ്ഞു കൊടുക്കാൻ മറന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ മകളായ റോഷ്നി മിസ്സും. ബെർലിനിലെ പ്രഗത്ഭരായ എല്ലാ പ്രൊഫസേഴ്സിനെ പോലെയും വിദ്യാർത്ഥികൾക്കിടയിലും ഓരോ സ്റ്റാഫിനിടയിലും റോഷ്നി മിസ്സും KNG സാറും എല്ലാവിധ ആദരവോടെയും നിലകൊള്ളുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് KNG സാറിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഒരുപാട് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. സാർ നല്ല കൃഷിക്കാരനാണെന്നും കൂടി നമുക്കറിയാം. നമുക്ക് ബാക്കി വിശേഷങ്ങൾ വിവരങ്ങൾ KNG സാറിനോട് തന്നെ ചോദിച്ചറിയാം. KNG സാർ, നമസ്കാരം. നമസ്കാരം. ബെർലിനിൽ നിന്നായിരുന്നു രാവിലെ. ബെർലിൻ്റെ എന്ന് കേൾക്കുമ്പോഴേ സാർ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കോവിഡ് കാരണം അങ്ങോട്ടെങ്കിലും പോകാനും ആളുകളുമായിട്ടൊന്നും സംസാരിക്കാനും ഒന്നും ഒരു അവസരം കിട്ടാറില്ല. പിന്നെ റോഷിനി അവിടെ പോകുന്ന കാരണം എന്നും അവിടുത്തെ വിവരം വന്ന് കിട്ടും. നമ്മുടെ വിദ്യാർത്ഥികളാണെങ്കിലും പങ്കുവെക്കാറുണ്ട്, സാറിന് ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. തീർച്ചയായിട്ടും. കോളേജിലായിരുന്ന കാലത്തും ഇവിടെ വന്നതിന് ശേഷവും ഞാൻ കുട്ടികളോട് കുറച്ച് അടുത്ത് പെരുമാറുന്ന സ്വഭാവമാണ്. തീർച്ചയായും. കുട്ടികളുടെ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ ആണെങ്കിലും നമുക്കത് അറിയാൻ സാധിക്കാറുണ്ട്. അപ്പോൾ നേരത്തെ പഠിച്ച് പോയ കുട്ടികളാണെങ്കിൽ ഇപ്പോഴും അവര് ഫസ്റ്റ് ബാച്ചിൽ പഠിച്ചു പോയവരും ഇപ്പോഴും വിളിക്കുന്ന എല്ലാവരും അല്ല, ഒരുപാട് പേര് അവരുടെ ഓരോ വിശേഷങ്ങളും, കുട്ടി ഉണ്ടാകുന്നു, കുട്ടി ചോറൂണ്, ഇത് ആദ്യ കുർബാന, ഇങ്ങനെ ഓരോ വിശേഷങ്ങളും അറിയിച്ചുകൊണ്ടിരിക്കാറുണ്ട്. അതൊരു വലിയ കാര്യം തന്നെ. നമ്മുടെ ഒരു അധ്യാപനം അവരെ എത്രമാത്രം സ്വാധീനിച്ചു എന്നുള്ളതിനെ കുറിച്ചുള്ള വലിയൊരു ഘടകമാണത്. അതെ. ഇതൊക്കെ സാറിന്റെ കൃഷി ഒക്കെ തന്നെയാണല്ലേ? കൃഷി, കുറച്ച് ചെടികള്, കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വേനലായപ്പോൾ തന്നെ ഒരു ആകപ്പാടെ ഡ്രൈ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഉണ്ട്. ചെടികളൊക്കെ നേരത്തെ കുറെ കൂടുതലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കോവിഡ് എല്ലാത്തിനും ബാധിച്ചു. അപ്പോൾ ഒരു വലിയ കൃഷി എന്നല്ല, നമ്മളെ കൊണ്ട് ആദ്യം തുടങ്ങിയത് ഈ പറമ്പിലെ വീട് കളയെല്ലാം പറിച്ച് കളയുക. അപ്പോൾ തൊട്ടടുക്കലൊരു ഹിന്ദി പ്രൊഫസർ അങ്ങനെ ചോദിച്ചു, എന്നാൽ എന്നതിലൊക്കെ മാന്തി വെച്ചുകൂടെ, ഈ കള പറിച്ച് കളഞ്ഞാൽ മാത്രം മതിയോ? അപ്പം പിന്നെ കുറേശ്ശെ ഓരോ മരച്ചീനി അങ്ങനെ ഓരോന്നോരോന്നൊക്കെ അത് ഒരു സമയം കളയാനുള്ള ഒരു ഇതായി. അല്ലെങ്കിൽ ഈ ഞാൻ കാലാകാലങ്ങളായി കുട്ടികളുമായി ഇങ്ങനെ ഇടപഴകിക്കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളെ കാണാതെ ഒരു ദിവസം പോലും എനിക്ക് ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു.
സാർ അതുപോലെ തന്നെ ടീച്ചിങ് മേഖലയിലെ സാറിൻ്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു? ആ ഒരു അധ്യാപകനായുള്ള യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളതൊന്ന് പങ്കുവയ്ക്കാം. എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹം കോളേജ് അധ്യാപകനാകണം എന്നുള്ളതായിരുന്നു. ഓക്കെ. പക്ഷേ എൻ്റെ കുടുംബ പശ്ചാത്തലം അതിനെന്നെ ആദ്യം അനുവദിച്ചില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പം എൻ്റെ ഫാദർ മരിച്ചു. ഞങ്ങൾ 7 മക്കളായി. അതിൽ 4 പേര് കോളേജിൽ, ബാക്കിയുള്ളവർ സ്കൂളിൽ. അതിൽ 2 പേര് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കും. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ തമാശന് പോയി ഒരു PSC ടെസ്റ്റ്. ഞങ്ങൾ 5 പേര് എഴുതിയതിൽ എനിക്ക് മാത്രമേ സെലക്ഷൻ കിട്ടി. ഓക്കെ. അപ്പോൾ ഞാനിവിടെ MSCക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പാലസ് കോളേജ് MSCക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അപ്പോയിൻമെൻ്റ് വന്നു കൊല്ലത്ത്. ഓക്കെ. ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ എന്ത് ചെയ്താൽ അവിടുത്തെ ഓഫീസർ എന്നെ ജോയിൻ ചെയ്യാൻ സമ്മതിക്കില്ല. MSCക്ക് ജോയിൻ ചെയ്ത ആൾ ഇതിന് വരിക എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. അതൊരു വെള്ളിയാഴ്ചയാണ്, വീട്ടിൽ പോയിക്കോളൂ, ഒന്നുകൂടി ആലോചിച്ചിട്ട് തിങ്കളാഴ്ച വന്നോളൂ, വരണം എന്നാണെങ്കിൽ തിങ്കളാഴ്ച ഇങ്ങോട്ട് വന്നോളൂ. ഞാൻ വെള്ളിയാഴ്ച ജോയിൻ ചെയ്തതായിട്ട് തിങ്കളാഴ്ച പോയി വെള്ളിയാഴ്ച ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു 4 വർഷത്തോളം ഗവൺമെൻറ് സർവീസിൽ ക്ലറിക്കൽ പോസ്റ്റിൽ വർക്ക് ചെയ്തു. പക്ഷെ അന്ന് ഞാൻ സത്യം പറഞ്ഞാൽ അന്ന് രാത്രികളിൽ കരയാതെ കിടന്നിട്ടുള്ള ദിവസങ്ങളിൽ. അതുകൊണ്ട് ഞാൻ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ ചുമ്മാ പല ആവർത്തി പിന്നെയും പഠിക്കാൻ തുടങ്ങി. ഒന്ന് ഫ്രഷപ്പ് ചെയ്തുകൊണ്ട് അത് കഴിഞ്ഞ് 4 കൊല്ലം ആയപ്പോഴത്തേന് എനിക്ക് ലീവ് കിട്ടും വേണ്ടി വന്നു. അപ്പം ഞാൻ ലീവ് കിട്ടിയപ്പോൾ ഇവിടെയൊന്നും അഡ്മിഷൻ കിട്ടില്ല. അപ്പം ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഒരു ഈ സിനിമാ നടൻ ബാബു നമ്പൂതിരി എന്ന് പറയുന്ന അങ്ങേര് പഠിക്കുന്ന കോളേജിൽ ഈ ബോട്ടണി ഉണ്ടെന്നാണ്. ഒരു വാജ്പേയി എന്ന് പറയുന്ന ആളാണ് പ്രൊഫസർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് എങ്ങനെയായിരുന്നു നീ ഒരു ഇമ്പ്രസ് ചെയ്യാനായിട്ട് ഒരു കാര്യം ചെയ്തു നോക്കുക, നിൻ്റെ മനസ്സിൽ കിട്ടുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഞങ്ങൾക്ക് ഈ പ്ലാന്റ് പ്രസ് ചെയ്ത് ഹെർബേറിയം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കും, ഉണക്കി പെർമനൻ്റായിട്ട് സൂക്ഷിക്കാം. അപ്പോൾ കേരളത്തിലെ കുറേ പ്ലാന്റുകൾ പഠിച്ച് പ്രസ് ചെയ്ത് പൊട്ടിച്ച് ഇങ്ങനെയുടെ അഡ്രസ്സ് ഞാൻ അങ്ങോട്ട് അയച്ചു. ഞാനിങ്ങനെ BSc കഴിഞ്ഞ ആളാണ്, MSCക്ക് ചേരാൻ ആഗ്രഹിക്കുന്നു. അപ്പം ഞങ്ങളുടെ ലോക്കലായിട്ടുള്ള കുറേ പ്ലാൻസ് ഐ തിങ്ക് ദാറ്റ് ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു യുവർ സ്റ്റുഡൻസ്. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അങ്ങേര് അതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പാണ് എൻ്റെ ഈ ഷീറ്റുകളെല്ലാം. വളരെ വ്യത്യസ്തതയായിരുന്നു. അത് അങ്ങേര് ഇത് MSc ഫൈനൽ ക്ലാസ്സിൽ കൊണ്ടുവരുന്നത് നിങ്ങളെയൊക്കെ എന്തിനു കൊള്ളാം. എനിക്ക് കേരളത്തിൽ നിന്നൊരു എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നാ ഇതൊക്കെ എന്ത് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ക്ലാസ്സിലൊരു മലയാളി പഠിക്കുന്നുണ്ട്. അവൻ വന്ന് ബാബു നമ്പൂതിരിയോട് പറഞ്ഞു, ഓ എടാ ഗോപാലകൃഷ്ണൻ്റെ ഫസ്റ്റ് മണി ഏറ്റിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കൊരു ലെറ്റർ തന്നു, തിരിച്ചയച്ചു. ആപ്ലിക്കേഷൻ ഫോർ MSc കൺസിഡർ ഓൺലി ഡ്യൂറിങ് ജൂൺ, യു ക്യാൻ ട്രൈ യുവർ ലക്ക്. അങ്ങനെ അതുമായിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. യാത്ര. എൻ്റെ ആ ഫസ്റ്റ് ഹെർബേറിയം ഷീറ്റ് അവിടെ ചെന്നതാണ് എൻ്റെ അവിടേക്കുള്ള ഒരു പ്രവേശനം തന്നെ സാധ്യമാക്കി. അയ്യോ, അന്ന് സത്യത്തിൽ എനിക്ക് കൂവണം എന്നാ തോന്നിയത്. കൂവിയ വട്ടാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണ് നമ്മുടെ ഒരു സന്തോഷം ഏത് രീതിയിൽ പ്രകടിപ്പിക്കണമെന്ന് നമുക്ക് അങ്ങനെയാണ് നേടിയെടുത്ത് അവിടെ MSCക്ക് പോയി. MSc കോളേജ് ടോപ്പായിട്ട് പാസ്സായി. ഇവിടെ വന്നു കഴിഞ്ഞ് ശ്രീശങ്കര കോളേജ് കാലടി, അവിടെയാണ് അധ്യാപനത്തിൻ്റെ തുടക്കം. അപ്പം അത് അവിടുത്തെ കഴിഞ്ഞിട്ട് 93 ഞാൻ റിട്ടയർ ചെയ്തു. 94 ഇവിടെ ചോദിച്ചു. ഞാൻ ഇപ്പോഴും ആരോഗ്യത്തോടെ ജീവിക്കുന്നത് ഞാൻ ഈ ബ്രില്യൻറ്റിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ്. കാര്യം എൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള എല്ലാ ആളുകളും അന്ന് എന്നെ ഒരുപാട് കുറ്റം പറഞ്ഞു. നീ വീട് വെച്ചില്ല, പിള്ളേരുടെ കല്യാണം കഴിഞ്ഞില്ല, പിന്നെ എന്തിനാണ് കാശിന് അഭ്യാർത്ഥി. ഞാൻ പറഞ്ഞു അങ്ങനെ കാശിനല്ല, ഇതെൻ്റെ മുറ്റത്താണ്, അവർക്ക് എന്നെ ആവശ്യം, എനിക്കറിയാവുന്ന ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്നാലും മനുഷ്യർക്ക് ഇങ്ങനെ അത്യാഗ്രഹം ആയിക്കൂടാ. എല്ലാത്തിനേക്കാളും ഒരു അധ്യാപനത്തോടുള്ള അതാണ്.
ഇതാണ് നമ്മുടെ തുടക്കം. ഇപ്പൊ എത്തി നിൽക്കുന്നത് ഈ കോവിഡ് നമ്മളെ വലച്ചു എന്ന് പറയാം. ശരിയാ, തീർച്ചയായും. പബ്ലിക് കോണ്ടാക്റ്റേ ഇല്ലാതെയായി. ഓക്കെ സാർ, അതുപോലെ തന്നെ ഞാൻ കയറി വന്നപ്പോൾ ശ്രദ്ധിച്ചിരുന്നു സാറിൻ്റെ ഈ ഒരു ചെറിയ പൂന്തോട്ടവും അതുപോലെ തന്നെ ഇവിടെ ഒരു കൃഷിയും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നമുക്കിനി കുറച്ചു നേരം ഒന്ന് നടന്നുകൊണ്ട് സംസാരിക്കാം. സാറിൻ്റെ കൃഷിയൊക്കെ കണ്ട് ഇവിടെ വരുന്നവരൊക്കെ അവരത് കാണുകയും അതിനെപ്പറ്റി അഭിപ്രായം പറയുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് തന്നെ നമുക്കൊരു. അതുപോലെ തന്നെ സാറ് പങ്കുവെക്കുകയും ചെയ്തു സാറിനെ കാണാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് സാറ് കുറച്ച് പഴങ്ങളാവട്ടെ ഈ കൃഷിയിൽ നിന്ന് തന്നെ കിട്ടുന്ന. അപ്പൊ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ട്, അതുപോലെ തന്നെ അവർക്ക് പഠിക്കാനുള്ള പല ചെടികളും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കണ്ടേ അവർക്കും വലിയ സന്തോഷം. അവർക്ക് പലരും ഇത് കണ്ടിട്ടുണ്ടാവില്ല. അതെ അതെ അതെ. ഇത് കുട്ടികൾ പഠിക്കാനുള്ള ഒരു സാധനമാണ്. ഇത് സാധാരണ അതിന്റെ പേര് ബ്രൈഡൽ ഓർക്കിഡ്. അതിന്റെ ലീഫിന്റെ ചുറ്റിയാണ് അത് വള്ളി പോലെ കയറുന്നത്. അത് കാണുന്നത് അത് സാധാരണ കാണുകയല്ല പിള്ളേർക്കപ്പോൾ അയ്യോ ഇതാണല്ലേ ക്ലിമാറ്റിസ് എന്ന് പറഞ്ഞൊരു അത്ഭുതവും. ലീഫിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകും. അത് ബെഗോണിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ അത്തരം ബെഗോണിയകളാണ് ഇത്. അത് ഇവിടെ ഇതൊക്കെ ഓർക്കിഡായത്. ഇതില് ഇവിടെ ഒരു കാണാവോന്ന് നമുക്ക് പിള്ളേർക്ക് പറയുമ്പം ഇത് കണ്ടോ, ഇവിടെ വെള്ളം ശേഖരിക്കുന്ന ഈ ചെടിയിൽ ഇവിടെ വേനൽക്കാലത്ത് ആ വെള്ളം ഉപയോഗിച്ചത് ജീവിക്കും. അങ്ങനെ ഉള്ള കുറേ പ്രത്യേകതകളുള്ള ചെടികൾ. അപ്പൊ അവർക്ക് പഠിക്കാനുള്ള ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഈ ലൈക്കോപോഡിയം അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ പറയും നിങ്ങൾ ഹോമിയോയ്ക്ക് പോകും ചില ആളുകൾ. അതിൽ ഈ പ്ലാന്റിൽ നടക്കുന്ന ലൈക്കോപോഡിയം എന്ന് പറയുന്ന ഒരു മെഡിസിനുണ്ട്. അത് എക്സ്ട്രാക്ട് ചെയ്യുന്നത് ഇതിന്റെ ചില സ്പീഷീസ് നിന്നാണ്. വളരെ സിംബോളിക് ആയിട്ട് കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇതും പിള്ളേർക്ക് ഒരു ഇൻട്രസ്റ്റ് ഉള്ള ഒരു പ്ലാന്റ് ആണ്. ഇത് കണ്ടോ, ലീഫിന്റെ അടി ഗോൾഡൻ. ആ പ്ലാന്റിന്റെ ക്രൈസോഫിലം എന്നാണ്. ക്രൈസോഫിലം എന്ന് പറഞ്ഞാൽ ഗോൾഡൻ ലീഫ്. ഇതിനകത്തുള്ളതിന് ഇതങ്ങോട്ട് പിള്ളേർക്ക് ഇതങ്ങോട്ട് പ്രസ് ചെയ്ത് ഉണങ്ങിയിട്ട് ഇത് അവർക്ക് സ്നേഹിക്കുന്ന വല്ലവർക്കും പേര് എഴുതി കൊടുക്കാം. അതായത് സാറ് സിംബോളിക്കലി പ്ലേസ് ചെയ്യുന്നത് ഇറ്റ്സ് ലൈക്ക് എ ലവ് ലെറ്റർ. ഇതൊക്കെ എനിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിലുള്ള ഒരു സന്തോഷമാണ്. തീർച്ചയായും സാർ, പങ്കുവെക്കലാണല്ലോ. പങ്കുവെക്കൽ അവർ നമുക്ക്. അപ്പം ചിലർ പറയും ഇത് ഇത്രയേ ഉള്ളപ്പോൾ കുറച്ച് കൊടുത്തുകൂടെ? വേണ്ട, എനിക്ക് വേണ്ട. അപ്പോൾ ഈ ചുറ്റുമുള്ള ആളുകൾക്കെല്ലാം ഇതിന്റെ ആദായമല്ല, ഇത് മറ്റൊരാൾക്ക് കൊടുക്കുമ്പോഴാണ് സന്തോഷം. സാർ, അതുപോലെ തന്നെ നമ്മൾ ഈ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൽ പ്രിപ്പയർ ചെയ്യുന്ന രീതിയും നമ്മളിപ്പോൾ ഒരു നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതിയും ഒക്കെ എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. അതെങ്ങനെയാണ് ആ ഒരു പ്രിപ്പറേഷൻസ്? ഈ ആദ്യകാലത്ത് നമുക്കിന്ന് ഒരുപാട് ലിറ്ററേച്ചർ അവൈലബിൾ ആണ്. പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നുമല്ല, ബുക്കുകളേ ഇല്ല. അപ്പോൾ പ്രീവിയസ് എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടില്ല, പുറത്തു തരില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രില്യൻറ്റിൻ്റെതായ ഒരു മോഡസ് ഓപ്പറാൻഡി അറേഞ്ച് ചെയ്തിരുന്നു. ഇപ്പോൾ ഇവിടെ എക്സാമിനേഷന് മുമ്പ് എല്ലാ കുട്ടികൾക്കും ബ്രില്യൻ്റ് അഡ്രസ്സിൻ്റെ ഒരു കാർഡ് കൊടുക്കും. അപ്പോൾ ജോർജിനോട് പറയും ബോട്ടണി പേപ്പറിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓർത്തിരുന്ന് എക്സാം കഴിഞ്ഞാൽ ഉടനെ നീ ഇങ്ങോട്ട് വരും. ജെറിനോട് പറയും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഓർത്തിരുന്ന് നീ ഇങ്ങോട്ട്. ഇങ്ങനെ എല്ലാ സബ്ജക്റ്റിനും ഇതിവിടെ വന്ന് കമ്പൈൽ ചെയ്യും. അങ്ങനെയാണ് ആദ്യ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കളക്ട് ചെയ്തത്.
പിന്നെ അപ്പോൾ നമുക്കൊരു ഏതാണ്ട് ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരും എന്നൊക്കെയുള്ള ഒരു രീതിയെ പറ്റി ഒരു ഐഡിയ കിട്ടി തുടങ്ങി. തീർച്ചയായും. അപ്പോൾ പിന്നെ ഓരോ ചാപ്റ്ററും വായിക്കുമ്പം ഈ പാരഗ്രാഫിൽ നിന്ന് എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, ഓക്കെ, അല്ലെ എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഓക്കെ ഓക്കെ പല രീതിയിൽ പല ആംഗിളിൽ നിന്നോട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ്സുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ് ആൻസർ ഇന്നതെന്ന് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയാണ്. അത് പല ആളുകൾക്ക് പല തരത്തിലാണ്. അതെ അതെ. ഞാൻ അവരെ കൊണ്ട് ക്വസ്റ്റ്യൻ വായിപ്പിച്ച് ആൻസർ ഏതാണെന്ന് അവരിൽ നിന്ന് വരുത്തുകയാണ്. ഓക്കെ ഓക്കെ. അതായത് അവരെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ആൻസർ ഫൗണ്ട് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ പറഞ്ഞു, അവൻ പറഞ്ഞ ആൻസർ ശരിയല്ലെങ്കിൽ അവനെ അവിടെ നിർത്തും, ഇരിക്കാൻ ഞാൻ നെക്സ്റ്റ് എവിടെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നോ അവിടെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യന് ആൻസർ പറയുമ്പോഴേ ഇതിനെ ഇരുത്തു. അപ്പോൾ കാൻഡി സാറിൻ്റെ ക്ലാസ്സിൽ കുറേ നിന്നിട്ടുണ്ട് എന്നായിരിക്കും ഞാൻ. അങ്ങനെ നിന്നിട്ടുള്ളവരാരും മെഡിസിൻ കിട്ടാതെ പോയിട്ടില്ലടാ എന്നാണ് എൻ്റെ ഒരു എക്സ്പ്ലനേഷൻ. ഇപ്പോഴാണേലും കുട്ടികളോട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾക്ക് ഈ കുറേ ക്വസ്റ്റ്യനുകൾ വിലയിരുത്തി കഴിയുമ്പോൾ ഏത് ടൈപ്പ് ക്വസ്റ്റ്യനാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് എന്ന് മനസ്സിലാവും. ഇത്ര ഓരോ തവണത്തെയും എക്സാംസ് കഴിയുമ്പോൾ തീർച്ചയായും നമ്മുടെ ബ്രില്യൻറ്റിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് അത് തന്നെയാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് പേപ്പേഴ്സ്. അപ്പോൾ ബ്രില്യൻറ്റിലെ സ്റ്റുഡൻസ് ഫൈനൽ എക്സാമിനേഷൻ ചെല്ലുമ്പോൾ അവർ കണ്ടിട്ടില്ലാത്ത ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൊണ്ട് പകയ്ക്കുന്ന ഇടപാടില്ല. അപ്പോൾ ആ ഓരോ എക്സാമിനേഷനും കഴിഞ്ഞ് ഇതിൻ്റെ അവർക്കുള്ള ഡൗട്ട് ക്ലിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ പിള്ളേരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുന്നതിൽ ഒരു വലിയ പങ്കുണ്ട്. തീർച്ചയായും അവരെയൊക്കെ ആ ക്വസ്റ്റ്യനുമായിട്ടൊരു ഫെമിലിയറൈസ് ചെയ്യുക. അതായത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ എഴുതാൻ ഒരു കുട്ടീനെ എല്ലാ രീതിയിലും പ്രാപ്തമാക്കുക. അപ്പോൾ വിലയേറിയ ഒരുപാട് ഇൻഫർമേഷൻസ് ഞങ്ങളുമായി പങ്കുവെച്ച സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് സാർ. സുരുചിരോദാര സന്താന ശാഖിയ